ചൈനയിൽ നിന്ന് ആഫ്റ്റർ 1 month നമ്മളിതാ പോവാൻ പോവാണ്. എവിടേക്ക്? നാട്ടിലേക്ക്. ഇതാ പെട്ടിയൊക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. റെഡി അല്ലേ? ചളിയായിട്ടുണ്ട് മൊത്തത്തില്. അതെ, അപ്പൊ ഇതാ നമ്മള് ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഇതാ ഞാനും മറിയും ഒക്കെ നമ്മളിതാ ഒരു ചെറിയ വിസന്റെ ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പൊ അതിനു വേണ്ടിട്ട് നാട്ടിലേക്ക് പോവാണ്. അതും വീട്ടുകാരോട് നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ. സർപ്രൈസ് ആയിട്ടാ പോകുന്നത്. അന്ന് വന്ന പോലെ തന്നെ ബാംഗ്ലൂർ പോയി അവിടുന്ന് നേരെ എവിടേക്കാണ്? വീട്ടിലേക്കാണ് പോകുന്നത്. യെസ്, അങ്ങനെ 1 month ജീവിതത്തിന് ശേഷം വീണ്ടും മാറുന്നു അല്ലേ? അപ്പൊ വീട്ടുകാരുടെ എക്സൈറ്റ്മെന്റ് ഒക്കെ എന്തായിരിക്കും കാണാൻ ഞാനിങ്ങനെ എക്സൈറ്റഡ് ആണ്. വീട്ടുകാരുടെ റിയാക്ഷൻ കാണാൻ ഞാൻ എക്സൈറ്റഡ് ആണ്. ഞാനും എക്സൈറ്റഡ് ആണ്. അപ്പൊ നമുക്ക് പോവല്ലേ? ഇപ്പൊ എന്തായാലും താഴത്തേക്ക് പോകണം. നമ്മുടെ ടൈം ആവുന്നുണ്ട്. 5 മണിക്കില്ലേ? രാവിലെ 5 മണിക്കാണ്. പക്ഷെ നമ്മൾ രാത്രി മിഡ്നൈറ്റ് കയറണം. യെസ്, എത്താം. ഓക്കെ, പോലെ. ഇതൊക്കെ ഞങ്ങളെ ഫ്ലാറ്റിന്റെ ഒരു കണ്ടില്ലേ, ഒരറ്റത്തുനിന്ന് ഒരറ്റത്തേക്ക് കാണില്ല. അത്രയും മൊത്തം സ്ഥലങ്ങളിലും ഫ്ലാറ്റിന്റെ പാർക്കിംഗ്, ബേസ്മെന്റ്. എന്നിട്ട് അതിന്റെ അവിടുന്ന് മുകളിലാണ് ഈ ബേസും അതിന്റെ മുകളില് മറ്റേ ചെറിയ അരുവികളും പാർക്കും ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ തന്നെ കയറി നമുക്ക് തന്നെ വഴി തെറ്റലുണ്ട്. അത് ഇവിടെ ഒന്നല്ല, ഇതിന്റെ ഒരു 10 ഇരട്ടി വലിപ്പുണ്ട്. ഇപ്പൊ കണ്ടതിന്റെ 10 ഇരട്ടി വലിപ്പുണ്ട് താഴത്ത് മൊത്തം എല്ലാ സ്ഥലവും കൂടെ. അതാ നമ്മള് നേരെ എയർപോർട്ടിലെത്തി. സെറ്റല്ലേ? ഉറങ്ങിയല്ലോ ഈ വണ്ടിന്ന് നല്ല കൂർക്കം വലിച്ച്. ആണോ? ഗോൺഷോ എയർപോർട്ടിൽ നിന്ന് ഇതാ കപ്പ് നൂഡിൽസ് കഴിക്കാൻ വേണ്ടി പോവാട്ടോ. ഏതാ എടുക്കാവോ? ചൈനീസുകാരതാണ്. എന്താണോ അവസ്ഥ എന്നൊന്നും അറിയില്ല. 4 RMB ഉള്ളൂ കേട്ടോ. എന്നെ വണ്ടർ ചെയ്യിപ്പിച്ചത് ഈ RMB ആണ്. കാരണം ഇത് ഇതാ എയർപോർട്ടാണ്. എയർപോർട്ട് ആകുമ്പോൾ എത്ര ഇരട്ടി ആയിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇതാ ഇവിടുന്ന് ഈ കപ്പ് നൂഡിൽസ് ഇങ്ങനെ എടുക്കുക, ഇവിടെ ഇങ്ങനെ പേ ചെയ്യുക, ഇങ്ങനെ വന്നിട്ട് നേരെ ഇതാ ഓപ്പോസിറ്റ് കണ്ടില്ലേ ഹോട്ട് വാട്ടർ ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കുക. ട്രൈ ചെയ്ത് കിഡിലൻ ഐറ്റം. ഞാനൊരു കപ്പ് നൂഡിൽ ഫാൻ അല്ല, ബട്ട് സൂപ്പർ ഐറ്റം. നല്ല വെർത്തിറ്റും ആണ്. 4 ഉള്ളൂ. പുറത്താണെങ്കിലും 4 or 5 ആണ് കപ്പ് നൂഡിൽസിന്റെ റേറ്റ് വരുന്നത്. അതേ റേറ്റ് ഉള്ളൂ, എക്സ്ട്രാ പൈസ ഒന്നുമില്ല. സൂപ്പർ സാധനം. ഞാൻ തിന്നിട്ടെ. നല്ല മാഗി ഒക്കെ കഴിച്ച്, നല്ല നൂഡിൽസ് ഒക്കെ കഴിച്ച്, ആഹാ വയറൊക്കെ സെറ്റ്. ഓ, ഇനി ഫ്ലൈറ്റ് കയറുള്ള ടൈമായി അല്ലേ? ഹാപ്പി? സോ മാഗി അല്ലേ, നൂഡിൽ വായിൽ വന്നുപോയി. നമ്മുടെ എല്ലാവരും മലയാളികളുടെ ഉള്ളിൽ നിന്നല്ല, എനിക്കിഷ്ടം മാഗിയാ. നീ പിന്നെ എന്തൊക്കെ സാധനങ്ങളാ? ഇൻഡോമി, ബുൾഡാക്, പിന്നെ കുറെ സാധനങ്ങളുണ്ട്. കൊറിയൻ നൂഡിൽസ്, സ്പൈസി ഫ്ലേവേഴ്സ് ആണ് എനിക്ക് നല്ല ഇഷ്ടം. പക്ഷെ ഇപ്പൊ ഞാൻ അധികം കഴിക്കില്ല, കാരണം എനിക്ക് ഗ്യാസിന്റെ പ്രശ്നമുണ്ട്. ഗ്യാസ് കുട്ടിയാണ് എന്റെ. വേഗം നാട്ടിലെത്താൻ വിചാരിച്ചിട്ട് ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത്. ഇൻഡിഗോ സർവീസ് സർവീസ് പറഞ്ഞാലും ഒരു 11 മണിക്ക് ബുക്ക് ചെയ്ത ഫ്ലൈറ്റിന് അവര് 5 മണിക്കേക്ക് മാറ്റി. നമ്മളെടുത്ത ഒരു ഇൻഫോർമേഷൻ കറക്റ്റ് നമുക്ക് പ്രോപ്പർ ആയിട്ട് തന്നിട്ടില്ല. ആകെ ബോർഡിംഗ് പാസ് അടിക്കുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ചാണ് ഗുവാഞ്ചോന്ന് അടിച്ചു തന്നേക്കുന്നത്. അപ്പൊ ഓരെന്ത് ചെയ്യണം, ഒന്ന് ഇൻഫോം ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ ഫ്ലൈറ്റ് ഇങ്ങനെ മാറിയിട്ടുണ്ട് പറഞ്ഞില്ല. നമ്മൾ അവിടുന്ന് എടുക്കുന്ന ബോർഡിംഗ് പാസ് ഏതാ? ഗുവാഞ്ചോ ടു ഡൽഹിന്റെ നമ്മൾ നോക്കിയിട്ടുള്ളൂ. ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഡൽഹി. നമ്മളെപ്പോഴും ഫ്ലൈറ്റ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ലേ ഓവറും ഒക്കെ നോക്കും. അതിൽ ഏതാണ് കുറവെന്ന് നോക്കിയിട്ടല്ലേ നമ്മൾ എടുക്കുക. അതില് നമ്മൾ കുറവ് കണ്ടതിനോണ്ട് എതിർത്ത, അല്ലെങ്കിൽ അടുത്തത് 3 മണിക്കൂറോ 4 മണിക്കൂറോ ഒക്കെ ഗ്യാപ്പുള്ള എടുക്കും. ഇതിപ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയം ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തിയേക്കുന്നത്. എന്നിട്ട് വേറെ ഒരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ബിഹേവിയറും അവരുടെ സ്റ്റാഫ്സിന്റെ ഭയങ്കര മോശം. ഈ ഇൻഡിഗോ എപ്പോഴും ഉള്ളതാണ്. ഒരു വകുപ്പും ഇല്ലെങ്കിൽ മാത്രം ഇന്ത്യക്ക് എടുത്താൽ മതി. അതായത് നമുക്കൊരു മറ്റെന്താ പറയാ, അവൈലബിൾ അല്ല, വലിയ പൈസകള് മറ്റുള്ള കൂടുതലൊക്കെ ആണ്, വേറെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം.
അങ്ങനത്തെ മൊമെന്റിൽ മാത്രം ഇതിൽ പോയി പെട്ടാൽ മതി. അതായത് ഒരു ഇതും ഇല്ല, നമുക്ക് ഏതെങ്കിലും എങ്ങനെങ്കിലും പോയാൽ മതി എന്നൊക്കെ ഉള്ള മൊമെന്റിൽ മാത്രം ഇന്ത്യ കൊടുക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത് അല്ലേ? അല്ല അല്ല, അതുകൊണ്ടല്ലേ ഞാൻ അപ്പുറത്ത് കൂടെ നടന്ന് ചെയ്താ. അങ്ങനെ നമ്മളിതാ എപ്പോഴെങ്കിലും ഒരു പ്രതീക്ഷ അല്ലേ, ഒന്ന് ഞങ്ങളെ ബാംഗ്ലൂർ വരെയെങ്കിലും എത്തിച്ചേരുമോ, ഒന്ന് എത്തിച്ചു തരാൻ പറ്റുമോ അല്ലേ? ആദ്യം നമ്മള് ഭീഷണിയുടെ സ്വരമായിരുന്നു, ഇപ്പൊ റിക്വസ്റ്റിംഗ് പ്ലീസിംഗ് ആണ്. കാരണം വയ്യ, തളർന്നു, വീണു. ഇനി ഇതിന്റെ ഇടയിൽ തന്നെ നമ്മൾ തളർന്നു പോകുമെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഉറങ്ങാൻ നയിക്കണം അല്ലേ? വന്ന വണ്ടി തന്നെയാണോ? ഞാൻ രാവിലെ ഞാൻ മൂപ്പര് വരുമ്പോ നമ്മളെ വണ്ടിയിലുണ്ടായിരുന്നു, അപ്പൊ ചോദിച്ചു നോക്കിയതാ. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ മൂപ്പര് പറഞ്ഞ് രാവിലത്തെ പ്രശ്നം ഒന്നുമില്ല, വണ്ടി എടുക്കാൻ നേരത്തെ ചെറിയ ടയർ പഞ്ചർ കണ്ട്, അപ്പൊ ആളെ വിളിക്കാൻ വിട്ട് പുറത്തുനിന്ന് ആള് വരുന്നായിരുന്നു. അയാൾ വന്ന് ഇത് നോക്കിയപ്പോ പഞ്ചറല്ല പൊട്ടിയതാന്ന് കണ്ടപ്പോ ടയർ മാറ്റാൻ പോയി, പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിച്ച് അങ്ങനെ ഡിലേ വന്നതാ. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ ടയറ് ഫുള്ളായിട്ട് മാറ്റി ഇപ്പൊ ഒരു 5:30 കഴിഞ്ഞത്. അതെ, ഞാൻ നടക്ക് കണ്ടാ ഓ നന്നാക്കണ കണ്ടാ, ഇപ്പൊ മനസ്സിലായ എനിക്ക് അങ്ങനത്തെ കണക്ഷൻ ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിതാ നേരെ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. അല്ല അന്ന് നിങ്ങള് കയറ്റി വിട്ടത് അതെ അതെ അതെ, ആ ആൾക്കാർ തന്നെ വീണ്ടും വന്നു. ഇത് പുതിയൊരു അഡ്മിഷൻ ആണ്, നമുക്കൊന്ന് ഇരിക്കണം, ഒന്ന് ഇരിക്കണം നമുക്ക്. അല്ല അവിടെ തന്നെ അതെ അതെ അതെ, ഇതില് മുട്ടായില്ലേ? അപ്പൊ നമ്മളെ ബസ് ഓപ്പോസിറ്റ് വരും അല്ലേ? ഓക്കെ ശരി. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് കഴിക്കട്ടെ, ഇവിടുത്തെ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് ഓപ്പോസിറ്റ് ബസ്സും വരും. അപ്പൊ ശരി, ഓക്കെ, വരാം വരാം, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം. നമ്മൾ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് കൊടുത്തിട്ട് വരാം. അപ്പൊ ശരി, നമുക്കൊന്ന് കൂടണം. നമ്മുടെ നാട്ടിലെത്തിയിരിക്കുകയാണ് അല്ലേ, പെട്ടിയോടൊക്കെ ആയിട്ട്. നമ്മളിതാ ഇന്റെ നാട് ചെറുണ്ണൂർ എത്തിയപ്പം ഇനി ഫറോക്ക്, അടുത്ത സ്റ്റോപ്പ് ഫറോക്ക്. നമ്മൾ ഊബറിൽ കയറിയതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴൊരു സമാധാനമായത്. ഇന്നലെ 3 ദിവസമായി തുടങ്ങിയ യാത്ര അവസാനിക്കുന്നു. ചൈനയിന്ന് ബാംഗ്ലൂരിൽ ഒരു ഡേ. ആ സെയ്ബ് ഇന്നലെ മെസ്സേജ് എപ്പ കേൾപ്പിച്ചാലോ നിങ്ങക്ക് കിട്ടോ? ഞാനും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അത് യാദർശികമായിട്ട് എന്നെ ഓള് വിളിച്ചിട്ടുണ്ട്. ഞങ്ങള് ഫ്ലൈറ്റ് ഇറങ്ങിയ പാട് കണ്ട്, അതേപോലെ തന്നെ ഇവിടുന്ന് കണ്ട്. പിന്നെ ഇന്നലെ ഒന്നും പറയാനും കാണിക്കാൻ പറ്റിയ അവസ്ഥ അല്ലായിരുന്നു. അതോളൊരു ഫോട്ടോ വെച്ചിരുന്നിട്ടോ, അപ്പൊ അതിന്റെ ആണ് ഇതാക്കിയിരുന്നത്. ഇതിപ്പതാ നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഇട്ടുതരാം. വർക്കിൽ ആ കുട്ട വിളിക്കാട്ടോ, ഒരു സൈറ്റ് വിസിറ്റ് ആയിരുന്നു, നല്ല ട്രാവൽ ആയിരുന്നു, അതുകൊണ്ടാണ് വിളിക്കാൻ ഞാൻ. ഓർക്ക് മുന്നേ ഒരു കാര്യം അറിയാതെ നമ്മൾ ചിലപ്പോ വിസ മാറ്റിയടിക്കാൻ വരാൻ ചാൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, കൺഫേം ചെയ്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. റാഷിക്ക് അറിയാം, പക്ഷെ റാഷി കൊച്ചിയിലാണ്, റാഷി ഇങ്ങോട്ട് വന്നില്ല, നമ്മളെ ചാമ്പ്യൻ. അപ്പൊ ഞങ്ങൾ ഊബർ വിളിച്ചതാണ്. എടാ പിക്ക് ചെയ്യാൻ വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബബ്ലുക്കം കഴിക്കുന്നുണ്ട് കേട്ടോ, കാരണം പല്ലൊന്നും തേച്ചിട്ടില്ല. മൂപ്പർക്ക് ഒരു ബുദ്ധിമുട്ടാവരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് ബബ്ലുക്കൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പൊ എനിവേ എന്തായാലും നമ്മുടെ ആ സർപ്രൈസിന് ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു വിത്തിൻ 10 മിനിറ്റ്, വിത്തിൻ 15 മിനിറ്റ് ഞങ്ങൾ അവിടെ എത്തും. അപ്പൊ ശരി, ബൈ, അസ്സലാമു അലൈക്കും. നമ്മളിങ്ങനെ കുറെ കഥകളൊക്കെ പറഞ്ഞ് വരികയായിരുന്നു. മൂപ്പര് സൗദിയിലായിരുന്നു. അപ്പൊ സൗദിയിലൊക്കെ കുറെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ വരികയാണ്. ഇനി നമുക്ക് സർപ്രൈസ് ചെയ്യാം പോലെ. അപ്പൊ ശരി. നമ്മ തട്ടിട്ടില്ല. ട്രാവലിംഗിലാണെന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്കൊരു തോന്നലുണ്ട്.
ഒരു വരികയാണ് തോന്നുന്നുണ്ട്. കാരണം റാശി പറഞ്ഞു എന്ത് പിന്നെ കുറച്ച് ദിവസത്തിനുള്ളിൽ എത്തുന്ന 2 ദിവസത്തിനുള്ളിൽ എത്തുന്നുള്ളത് പറയരുത്. മുന്നേ നമ്മള് പറഞ്ഞ ടൈമിലാണ്. അന്നാണ്. എന്നിട്ട് ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞു കുറച്ച് ദിവസത്തിനുള്ളിൽ എത്തുന്നു. എന്താണ് വന്നാലും കരച്ചില്, പോകുമ്പോഴും കരച്ചില്, ഇതെന്താണിത്? ഇച്ച് പല്ലിച്ചിട്ടില്ല. ഇനി ഒന്ന് കുളിക്കണം, വൃത്തിക്ക് കുളിച്ചിട്ടൊന്ന് കിടക്കണം. 3 ദിവസമായി യാത്ര. ഇന്നലെ ബാംഗ്ലൂർ എയർപോർട്ടിലൊക്കെ ലോങ് ലേവർ കൂടി ഡിലേ ആയ ഫ്ലൈറ്റ്. അടിപൊളി സാധനം. അടിപൊളി സാധനം. അല്ല ഊബർ. അപ്പൊ അങ്ങനെ ഈ സൈബക്കുള്ള സർപ്രൈസ് വോയിസ് ഇട്ട് കറക്റ്റ് ഇന്നലെ രാത്രി ഓള് വോയിസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഫ്ലൈറ്റില് ബാംഗ്ലൂരിന്ന് കേറുമോ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോഴൊക്കെ ഞാൻ ഇവരോട് പറയണേ, ചിലപ്പോ വരുന്നുണ്ടാവും ബാംഗ്ലൂർ ബൈക്കാണ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ സിങ്കിന്റോടെ വന്ന് ഇറങ്ങിയാ. ഇവിടെ വണ്ടി ഇല്ലാത്തോണ്ട് റാശി വന്നിട്ട് കൊണ്ടുവരാനാണ്. റാഷിന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായി. നമ്മള് പറഞ്ഞിട്ടുണ്ടായി ഇന്ന് രാവിലെ വരണം നമ്മളെ കൂട്ടാന്. വലിയ 2 ദിവസമായി. പിന്നെ ഒരു ഫോൺ രാത്രിയൊക്കെ ഞാൻ പിന്നെ വിളിച്ചിരുന്നു. അപ്പൊ അഞ്ഞൊന്ന് ശരിക്കൊന്ന് ഉറങ്ങണം. ചോദിച്ചിട്ടുള്ളൂ എന്താ റോഷിന്റെ ഒരു വിവരവും ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വിളിച്ചിട്ട് കുറച്ച് ദിവസം ഇല്ല നമ്മള് സർപ്രൈസ് ആയ ഞങ്ങള് സർപ്രൈസ് ആയ ദീപ. അതന്നെ ഒളിച്ചോടാൻ പോയിന്നാ അങ്ങനെ. ഓ അത് പാഷനമ്മ. എനിക്കൊരു ഇതുണ്ടാവും, എന്താണ് നമ്മൾ പോകുന്നതെന്നൊക്കെ ഉള്ള ഒരു ചോദ്യം ഉണ്ടാവും. വീണ്ടും പറഞ്ഞുതരാം. നമ്മള് വിസ പ്രോസസിങ്ങിന് വേണ്ടിട്ട് വന്നതാണ്. ഞങ്ങൾ അവിടുന്ന് കൊടുത്തിരുന്നു, എംബസി വഴിയൊക്കെ കൊടുത്തിരുന്നു. അത് ശരിക്കും അവിടുന്ന് നടക്കും. പക്ഷെ കുറച്ച് ലീവൊക്കെ വന്നു. മെയ്ദിനാവുമ്പോ അവിടെ 5 ദിവസം ലീവ് ഉണ്ട്, ലേബർ ഡേക്ക്. പിന്നെ നമ്മളാണെന്ന് വന്ന ടൈം കുറച്ച് ആയിട്ട് നമ്മളിങ്ങനെ കുറച്ച് തിരക്കുകള്, നമുക്ക് കുറച്ച് ദിവസങ്ങൾ നമുക്ക് തിരക്കുകൾ ഇങ്ങനെ പോയി അതായത് കാന്റോൺ ഫെയർ നടക്കുന്നതിനെ കൊണ്ട്. സോ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നടന്നില്ല. അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ എംബസി കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടൊക്കെ വേണം PCC മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ. അതേപോലെ തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു പോകുന്നതായിരിക്കും. അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ കുറച്ചൊക്കെ ഇവിടുന്ന് ചെയ്യാനും ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങൾ ഇനി ഒന്ന് ശരിക്കൊന്ന് വെള്ളത്തിൽ ഒലുമ്പി എടുക്കട്ടെ. ബൈ.